ചിറ്റൂർ മണ്ഡലത്തിലെ വോട്ടർമാർ കൃത്യമായി വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് നിയുക്ത എംഎൽഎ സുമേഷ് അച്യുതൻ. യുഡിഎഫിന് വോട്ട് ചെയ്യാൻ മടിയുള്ള ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ടവരാണ് എൽഡിഎഫ് അപരന് വോട്ട് ചെയ്തത്. യുഡിഎഫിന്റെ വോട്ടുകൾ കൃത്യമായി തനിക്ക് ലഭിച്ചെന്നും സുമേഷ് അച്യുതൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത്തവണ UDF വൻ വിജയം കരസ്ഥമാക്കിയപ്പോൾ ചിറ്റൂരിലെ വിജയമാണ് ഏറെ ചർച്ചയായത്. പ്രധാനമായും LDFിൻ്റെ അപര സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിനേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി ജയിച്ചത് എന്നാണ് LDFിൻ്റെ പ്രധാന ആരോപണം. അത്തരത്തിൽ വലിയൊരു ചർച്ച ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും അതേപോലെ തന്നെ LDFും ഉന്നയിക്കുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണ്, പ്രബുദ്ധ കേരളത്തിലാണ്. ജനങ്ങൾക്ക് വോട്ടർമാർക്ക് കൃത്യമായിട്ട് എവിടെ വോട്ട് ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് വോട്ട് ചെയ്യാൻ മടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ എനിക്ക് വോട്ട് ചെയ്യാൻ, കൈചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ മടിയുള്ള ആളുകൾ കൃത്യമായി അവരന് വോട്ട് ചെയ്തു എന്ന് വേണം കണക്കാക്കാൻ. അല്ലാതെ അബദ്ധത്തിൽ ആളുകൾക്ക് പറ്റാൻ ഇത് കേരളമാണ്. UPയിലോ ബീഹാറിലോ അല്ല തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരുണ്ട്, ചിഹ്നമുണ്ട്, സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ ഉണ്ട്. എൻ്റെ പേരിലും ഒരു ആഭരണം ഉണ്ടായിരുന്നു, സുമേഷ് എന്ന പേരിൽ അവിടെ ഒരു ആഭരണം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകളെല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തന്നെ ചെയ്താണ്. ഇടതുപക്ഷത്തെ പ്രമുഖ കക്ഷിയോട് ചോദിക്കുക എവിടെയാണ് വോട്ട് ചോർന്നതെന്ന്. ഈ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ കക്ഷിയിൽ അവിടെയും ചോദിക്കുക എവിടെയാണ് വോട്ട് ചേർന്നത്. അവർ കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചാൽ അതിൽ ഏതൊക്കെ അവരുടെ പ്രാദേശിക നേതാക്കളാണ് ഈ വോട്ട് ചോർച്ചയിൽ പങ്കാളികളായിട്ടുള്ളതെന്ന് മനസ്സിലാവും. ഇപ്പോൾ നിയുക്ത MLA ആയി കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് ചിറ്റൂരുകാർക്ക് നൽകുന്ന ഒരു പ്രതീക്ഷ? ചിറ്റൂരിന് നമ്മൾ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് ചിറ്റൂരിലെ ജനങ്ങൾക്ക്. ആ വാഗ്ദാനങ്ങൾ നമ്മൾ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം വൈകുന്നേരം മുതൽ തന്നെ നമ്മളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നെൽകർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ ഇന്നലെ തന്നെ സപ്ലൈ ഓഫീസിൽ പോയി തിങ്കളാഴ്ച ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ വിഷയങ്ങൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാനുള്ളത്. കുടിവെള്ളത്തിനും കർഷകർക്കുള്ള വെള്ളത്തിനുമുള്ള സ്ഥായിയായിട്ടുള്ളൊരു പരിഹാരം നടത്താൻ തമിഴ്നാട് സർക്കാരും കൂടെ, രണ്ട് സർക്കാരും അധികാരത്തിലേറ്റാൽ തമിഴ്നാട് സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള അതിന് വേണ്ട എൻ്റെ ഭാഗത്തുനിന്നുള്ള ശ്രമം ഉണ്ടാവും. സച്ചിൻ വെള്ളിക്കാട്, ന്യൂസ് മലയാളം, പാലക്കാട്.